ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നൊരു പുതിയ മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള അടിപൊളി കുറച്ച് പ്രോഡക്റ്റ്സാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതുകൂടെ ചെയ്യാൻ മറക്കല്ല കേട്ടോ. പിന്നെ ഒരുപാട് പേര് ഈ കിച്ചൺ റാക്കും അതുപോലെ തന്നെ വുഡൻ കിച്ചൺ റാക്കിൻ്റെയും ലിങ്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റ്സിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. കാരണം ഷോർട്ട് വീഡിയോസിലൊക്കെ മിക്കതിലും ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ലിങ്ക് അയച്ചു കൊടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ രണ്ട് പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യത്തെ പ്രൊഡക്റ്റ് നോക്കാം കേട്ടോ. ഇത് നല്ല അടിപൊളി പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഗ്ലാസ് സെറ്റാണ്. ഇതുപോലെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ജ്യൂസ് ഗ്ലാസിൻ്റെ സെറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ വാങ്ങിച്ച അതേ സെല്ലറിൻ്റെ കയ്യിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ വേണം എന്നുള്ളൊരു പെട്ടെന്ന് തന്നെ വാങ്ങിക്കാം കേട്ടോ. ഞാൻ വേറെ സെല്ലറുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഗോൾഡൻ കളറിലുള്ള ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബേസിലും ഇതുപോലെ ഗോൾഡൻ ഡിസൈനാണ് വരുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ വരുന്ന തിക്കായിട്ടുള്ള ഗ്ലാസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 737 റുപ്പീസാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ വാങ്ങിച്ചോളൂ, കാരണം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഇതിനൊരു ഗോൾഡൻ ട്രേ കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി കിട്ടിയിലും പ്രൊഡക്റ്റാണ്. അപ്പോൾ വാം ലൈറ്റിൽ കാണുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി കൂടുതലായിട്ട് അറിയുന്നത്. ഇനി ഇത് അടുത്തൊരു പ്രൊഡക്റ്റ് നോക്കാം കേട്ടോ. ഇതൊരു ഗോൾഡൻ കളറിൽ വന്നിട്ടുള്ള ഒരു ട്രേ ആണ്. നമുക്ക് ഡെക്കറേറ്റീവ് ട്രേ ആയിട്ടും ഡിസ്പ്ലേ ട്രേ ആയിട്ടും ജ്വല്ലറി ട്രേ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. 161 റുപ്പീസേ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ. നമുക്ക് സ്നാക്സൊക്കെ സെർവ് ചെയ്യാനായിട്ടും അല്ലാതെ പൂജാ പർപ്പസിന് വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. അതും അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഓർഗനൈസർ ട്രേ ആയിട്ടും ഇതുപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ വെക്കാം. അടുത്തൊരു പ്രൊഡക്റ്റ് നോക്കാം കേട്ടോ. ഇത് ആർട്ടിഫിഷ്യൽ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒരു സെറ്റാണ്. വളരെ റീസണബിൾ പ്രൈസിലാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ. 210 രൂപ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. 210 രൂപയ്ക്ക് നമുക്ക് 3 പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത്. എനിക്ക് പൊതുവേ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് പ്ലാന്റ്സ് ഒരു പച്ചപ്പ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നല്ല അടിപൊളി ഫ്രഷ്നെസ് തരുന്ന ഒരു ഗ്രീനാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്സിന് വരുന്നത്. അപ്പോൾ ഇതിൽ കാണുന്നത് പോലെ 6 സ്ട്രാൻഡ്സ് ആണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാങ്ങിങ് പോട്ട്സിൽ വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ റാക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റാക്കുകളിലൊക്കെ ആയിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ റാക്കിൽ വെച്ചപ്പോൾ ഇതുപോലെ നന്നായി ഹാങ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നല്ല വോളിയം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൈസിന് നമുക്ക് 3 പ്ലാന്റ്സ് ആണ് കിട്ടുന്നത്. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബേസ് പോട്ട് വരുന്നത് പ്ലാസ്റ്റിക്കിലാണ്. അതിനകത്ത് പ്ലാസ്റ്റർ ഓഫ് പാരിസ് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ലീഫാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ നല്ല ഫ്രഷ്നെസ് ഉള്ള ഒരു ഗ്രീൻ കളറാണ്. അപ്പോൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേഗം വാങ്ങിച്ചോളൂ കേട്ടോ. ഒരുപാട് പേര് പെട്ടെന്ന് വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസിന് നല്ല വേർത്താണ്. ഞാൻ പറഞ്ഞില്ല, അവിടെ എവിടെയായിട്ട് ഞാൻ കുറേ ഗ്രീൻ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഗ്രീനൊക്കെ ഒരു ഡൾ ഗ്രീനാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളതെല്ലാം. അപ്പോൾ ഇത് കുറച്ചുകൂടി നല്ല ഫ്രഷ്നെസ് തരുന്നൊരു ഗ്രീൻ കളറായിട്ടാണ് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും രണ്ട് ഗ്രീൻ പ്ലാന്റ്സിൻ്റെയും ആ ഒരു കളർ ഡിഫറൻസ്. പിന്നെ ഹാങ്ങിങ് പോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ പോട്ട്സൊക്കെ ഹാങ് ചെയ്യാനുള്ള പ്രൊവിഷൻ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാനിതുപോലെ സ്റ്റാൻഡുകളിലൊക്കെയാണ് വെക്കാറ്. ഇനി അടുത്തൊരു അടിപൊളി പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കാണാം കേട്ടോ. ഇത് ഗോൾഡൻ കളറിൽ വന്നിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂട്ടിലിറ്റി ബൗളാണ് കേട്ടോ. ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 8 സെൻറ്റിമീറ്ററും ഇതിൻ്റെ ഡയ വരുന്നത് 15 സെൻറ്റിമീറ്ററുമാണ്. ഇതിന് ഡബിൾ ലെയർ ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹീറ്റാണെങ്കിലും കോൾഡാണെങ്കിലും അധികം പുറത്തോട്ട് വരില്ല. അപ്പോൾ 2 ലെയറിലും സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 ഗ്രേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല ഷൈനിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ഫിനിഷിംഗ് ഉണ്ട്. അകത്തൊരു റൗണ്ട് ആണെങ്കിൽ പുറത്തൊരു ക്യൂബ് ഷേപ്പാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 498 റുപ്പീസാണ്. പക്ഷെ നല്ല വേർത്താണ് കേട്ടോ. നമുക്ക് കറിയൊക്കെ സെർവ് ചെയ്യുന്ന സമയത്ത് പുറത്തോട്ട് ചൂട് വരില്ല. അതല്ലാതെ പൂജാ പർപ്പസിന് വേണ്ടിയിട്ടും ഡെക്കറേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ.
ഇനി അടുത്തത് കാണിക്കുന്നത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമുക്ക് വാഷ് ബേസിനിലോ ബാത്റൂമിലൊക്കെ വെച്ച് തുണി വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കിച്ചൺ ടവൽസും അതുപോലെ തന്നെ സോക്സ്, പിന്നെ നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റാത്ത ബ്ലൗസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വാഷ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ബീച്ച് വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത്. 246 റുപ്പീസേ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ. പിന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഇതിൽ തന്നെ നിൽക്കും, നമുക്കതൊന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന സ്ട്രൈപ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ തുണികളിലുള്ള അഴുക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കളയാനായിട്ട് പറ്റും. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളം എടുത്തൊഴിച്ച് കളയാനായിട്ടും പറ്റും കേട്ടോ. ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് കാണാം. ഇതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാൻ മീഷോയിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു കട്ടിംഗ് പ്ലെയറിൻ്റെ ഷേപ്പിലാണത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 100 പീസ് ഇതിൻ്റെ ബട്ടൺസും അതുപോലെ തന്നെ ഫാസ്റ്റനേഴ്സും ഒക്കെ വരുന്നുണ്ട്. ഇതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതൊക്കെ നമ്മുടെ മീഷോയിൽ തന്നെ ഒരു ഇമേജ് വൈസായിട്ട് കൊടുത്തിട്ടുണ്ട്. വെറും 174 റുപ്പീസേ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബട്ടൺസ് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ഇനിയിപ്പോൾ ഷർട്ടിലാണെങ്കിലും ബട്ടൺസൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെക്കാനായിട്ട് പറ്റും. വളരെ ഈസിയാണ് കേട്ടോ. 2 മിനിറ്റ് പോലും ഞാൻ എടുത്തില്ല കേട്ടോ ഇത് വെക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി റീസണബിൾ പ്രൈസിൽ കിട്ടുന്ന അടിപൊളി പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിന് ഈ ഒരു പ്രൊഡക്റ്റിന് മാത്രം റിട്ടേൺ ഓപ്ഷൻ ഇല്ല കേട്ടോ. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു സ്റ്റാൻഡിൻ്റെയും അതുപോലെ തന്നെ വുഡൻ സ്റ്റാൻഡിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് ഇതുപോലെ ഷോർട്ട് വീഡിയോസിലൊക്കെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും പിന്നെ വുഡൻ സ്റ്റാൻഡ് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ സെയിം പ്രൊഡക്റ്റ് മീഷോയിൽ നല്ല റീസണബിൾ പ്രൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിയുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഫ്ലിപ്കാർട്ട് ലിങ്ക്സ് ആയിരിക്കും. അതിന് താഴത്തായിട്ട് എല്ലാ വീഡിയോസിലും മീഷോ ലിങ്ക്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.